അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 32-ാം സങ്കീർത്തനം 7-ാം വാക്യം നമുക്ക് വായിക്കാം. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മറവിടം എന്നതിന് ഇംഗ്ലീഷിൽ ഹൈഡിംഗ് പ്ലേസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈഡിംഗ് പ്ലേസ് എന്നാൽ ഒളിച്ചു പാർക്കുന്നതിനുള്ള ഇടം, ശത്രുക്കൾ കാണാതെ മറഞ്ഞിരിക്കുവാനുള്ള സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. ശത്രുക്കൾ തന്നെ കണ്ടുപിടിക്കാതിരിക്കുവാൻ തനിക്ക് മറഞ്ഞിരിക്കുന്നതിനുള്ള സങ്കേത നഗരമാണ് യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു എന്നാണ് സങ്കീർത്തനക്കാരൻ അവകാശപ്പെടുന്നത്. അനേകം പ്രതിസന്ധികളിൽ സങ്കീർത്തനക്കാരൻ യഹോവയിൽ മറഞ്ഞിരുന്നിട്ടുണ്ട്. യഹോവയിൽ അഭയത്തിനായി കടന്നു ചെല്ലുന്ന വ്യക്തികൾക്ക് സംരക്ഷണം ഉറപ്പാണ്. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ ആരു തന്നെ ആയാലും അവരുടെ രഹസ്യങ്ങൾ വെളിപ്പെടും എന്നത് തീർച്ച. കാരണം യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അകൃത്യം മറച്ചു പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല. കാരണം നമ്മിൽ നിന്നും സംഭവിക്കുന്ന അകൃത്യം അഥവാ തെറ്റുകൾ, പാപപ്രവൃത്തികൾ എല്ലാം സാത്താനിൽ നിന്നും വരുന്നതാകയാൽ പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് യേശുവിൻ്റെ അടുക്കൽ അഭയത്തിനായി കടന്നു ചെല്ലുവാൻ സാധിക്കാതെ വരുന്നു. എന്നാൽ ഏതൊരു വ്യക്തിയും തൻ്റെ പാപത്തെ അംഗീകരിക്കുകയും പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ സാത്താൻ ലജ്ജിക്കുകയും പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തികളെ വിട്ട് ഓടിപ്പോവുകയും ചെയ്യുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് ദുരാത്മാവ് പറയുന്നു. ഉടനെ മടങ്ങി വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നുവെന്ന് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 43-44 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തിയിൽ നിന്നുമാണ് ദുരാത്മാവ് പുറപ്പെട്ടു പോകുന്നത്. യേശുവിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തിയിൽ അച്ചടക്കവും അടുക്കും ചിട്ടയും അനുസരണവും ഉണ്ടാകുന്നു. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയുടെ സംരക്ഷണ ചുമതല യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുന്നു. സാത്താന് അവനെ പാപത്തിൽ കുടുക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ ആ വ്യക്തി ആയിത്തീരുന്നു. മനഃപൂർവ്വം പാപത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തികൾക്ക് മാത്രമേ പാപത്തിൽ വീണ്ടും വീഴുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രമാണം അനുസരിച്ചാൽ അവൻ പിന്നെ വസിക്കുന്നത് അത്യുന്നതൻ്റെ മറവിലാണ്, സർവശക്തൻ്റെ നിഴലിലാണ്. അവന് രാത്രിയിലെ ഭയത്തെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ മറ്റേതെങ്കിലും ശത്രുക്കളെയോ ഭയപ്പെടേണ്ട ആവശ്യം വരികയില്ല. കാരണം യേശു അവരെ സകല പ്രതികൂലങ്ങളിൽ നിന്നും രക്ഷിക്കും. അപ്രകാരമുള്ള സംരക്ഷണമാണ് ദാവീദിന് ദൈവം കൊടുത്തുകൊണ്ടിരുന്നത്. 3000 പട്ടാളക്കാരുമായി ശൗൽ ദാവീദിനെ അന്വേഷിച്ച് വർഷങ്ങൾ അലഞ്ഞെങ്കിലും ദൈവം ദാവീദിനെ ഒളിപ്പിച്ചതിനാൽ ശൗലിന് ദാവീദിനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെയാണ് ഏലിയാവിൻ്റെ ചരിത്രവും. ക്രൂരനായ ആഹാബ് എന്ന ഇസ്രയേൽ രാജാവ് ഏലിയാവിനെ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലമില്ല. എന്നാൽ ദൈവം ഏലിയാവിനെ ഒളിപ്പിച്ചു. ദൈവം ഏലിയാവിനെ ഒളിപ്പിക്കുവാൻ കാരണം ഏലിയാവ് ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു. കിരീത്ത് തോടിൻ്റെ അരികെ ഒളിച്ചിരിക്കുവാൻ പറഞ്ഞാൽ ഏലിയാവ് അവിടെ പോയി ഒളിച്ചിരിക്കും. സാറാഫത്തിലെ വിധവയുടെ അടുക്കൽ ചെല്ലുവാൻ പറഞ്ഞാൽ അവിടെ പോകും. ആഹാബിനോട് ചെന്ന് ദേശത്ത് മഴ ഉണ്ടാവുകയില്ല എന്ന് കൽപ്പിക്കുവാൻ പറഞ്ഞാൽ രാജാവിൻ്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ യഹോവയുടെ അരുളപ്പാട് അറിയിക്കും. ആഹാബിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ പറഞ്ഞാൽ അതുപോലെ തന്നെ ദൈവത്തെ അനുസരിക്കും. തന്നെയുമല്ല ഇസ്രയേൽ ജനം കൂട്ടത്തോടെ ബാൽ എന്ന വിഗ്രഹത്തിന് മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ ഏലിയാവ് അതിനു മുമ്പിൽ മുട്ടുമടക്കിയില്ല. അതുകൊണ്ട് തന്നെ ഏലിയാവ് യഹോവയാ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ ആയിരുന്നു. ആ സംരക്ഷണ വലയം ഭേദിക്കുവാൻ ആർക്കും കഴിയുകയില്ല. തന്നെയുമല്ല ആ സംരക്ഷണ വലയത്തിൽ കടന്നു ചെല്ലുവാൻ ഒരു കഷ്ടതയ്ക്കും കഴിയുകയില്ല. മറവിടമായ യഹോവയിൽ മറഞ്ഞിരുന്ന്
പാപത്തിൽ വീഴാതെ തന്നെത്താൻ സൂക്ഷിച്ചാൽ നിശ്ചയമായും അവിടെ രക്ഷയുടെ ഉല്ലാസഘോഷമുണ്ടാകും. പാപം ചെയ്യുമ്പോൾ സംരക്ഷണവും രക്ഷയുടെ സന്തോഷവും നമുക്ക് നഷ്ടമാവുകയും സകലവിധ കഷ്ടങ്ങളും നമ്മിൽ വന്നു ചേരുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മറവിടമാണ്. സാത്താനിൽ നിന്നും പാപത്തിൽ നിന്നും എല്ലാവിധ പ്രതികൂലങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച് നമ്മെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന, നശിച്ചു പോകാതെ സംരക്ഷിക്കുന്ന മറവിടമാണ് കർത്താവായ യേശു ക്രിസ്തു. നിത്യമരണമായ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നിന്നും യേശു നമ്മെ സംരക്ഷിക്കും. വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്ന മറവിടമാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശുവിലാണോ വിശ്രമിക്കുന്നത്? എന്നാൽ ഈ ഭൂമിയിൽ നടക്കുന്ന യാതൊരു പ്രതികൂലവും ഏൽക്കാതെ വണ്ണം കർത്താവ് നമ്മെ താങ്ങുകയും സംരക്ഷിക്കുകയും ചെയ്യും. ആകയാൽ പാപത്തിൽ വീണ് തകർന്നു പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തി ജീവിക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സ്വസ്ഥതയില്ലാതെ അലയുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുത്ത് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കാനും സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കുകയാണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.